പരമ്പരാഗത ഗോത്രകൃഷിയിലേക്ക് ഒരിക്കൽ കൂടി ചുവടുവെക്കുകയാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന ആദിവാസി ഉന്നതികളായ കുഞ്ചിപ്പെട്ടിയും കട്ടമുടിയും. അന്യം നിന്നുപോയ റാഗി കൃഷി ഇവിടെ വിളവെടുപ്പിന് പാകമായി വരികയാണ്. കുഞ്ചിപ്പെട്ടിയിലെ വയലേലകളിൽ ഇത്തവണ നെല്ലിനൊപ്പം ഇടവിളയായിട്ടാണ് റാഗി വിതച്ചത്. നഷ്ടമായ കാർഷിക സംസ്കൃതി തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഉന്നതിയിലെ കുടുംബങ്ങൾ. നെൽപ്പാടത്തിന്റെ വരമ്പിലും മറ്റുമായാണ് കുഞ്ചിപ്പെട്ടിയിൽ കർഷകർ റാഗി വിത്ത് വിതച്ചത്. മൂപ്പത്തി റാഗി വിളവെടുപ്പിന് പാകമായി വരികയാണ്. ആദിവാസി ജനതയുടെ പരമ്പരാഗത കൃഷികളായ കുറുമ്പുല്ല്, തേന, ചാമ ഉൾപ്പെടെയുള്ളവ ഉന്നതികളിൽ തിരിച്ചു വരുന്നതിന്റെ തുടക്കമാണ് ഈ കർഷകരുടെ ഇടപെടൽ. ഗോത്രവർക്കാരുടെ നിലനിന്നിരുന്ന ഒരു സംവിധാനമാണ് റാഗി കൃഷി. അത് ഇപ്പോൾ 10-30 വർഷമായിട്ട് നമുക്ക് ഇല്ലാതായിരിക്കുകയും അതിൻ്റെ വിത്ത് ഇനം പോലും കിട്ടാൻ ഇല്ലാതെ പോയിരിക്കുന്ന കാലത്ത് നമുക്ക് ഈ ഇടയായിട്ട് നമുക്ക് കുറച്ച് വിത്ത് കിട്ടുകയും അത് നമുക്കൊരു 4 ഏക്കറിൽ നമുക്കത് കൃഷി അനുയോജ്യമായി മാറ്റാനും പറ്റിയിട്ടുണ്ട്. കാടിനുള്ളിലെ തുറസായ സ്ഥലം കണ്ടെത്തി മണ്ണിളക്കാതെ നെല്ല്, കുറുമ്പുല്ല്, തിന, ചാമ, ചോളം, റാഗി എന്നീ ധാന്യങ്ങളാണ് ആദിവാസി ജനത മുമ്പ് കൃഷി ചെയ്തിരുന്നത്. ജീവിതഗതിയിൽ മാറ്റമുണ്ടായതോടെ പ്രാചീന കൃഷിരീതികളിൽ നിന്നും ആദിവാസി ജനത അകന്നു. അന്യം നിന്നു പോകുന്ന കൃഷിരീതികളെ ഉന്നതിയിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം വിജയം കണ്ടതിൻ്റെ സന്തോഷം കുഞ്ചിപ്പെട്ടിയിലെയും കട്ടമുടിയിലെയും കർഷകർക്കുണ്ട്. ഇടമലക്കുടി പോലുള്ള ഏതാനും ചില ആദിവാസി ഉന്നതികളിൽ മാത്രമാണ് ഇന്ന് കുറുമ്പുല്ലും റാഗിയും പോലുള്ള കൃഷികൾ അവശേഷിക്കുന്നത്. ഇപ്പോൾ കുഞ്ചിപ്പെട്ടിയും കട്ടമുടിയും തനത് കൃഷിരീതികൾ വീണ്ടെടുക്കുവാനുള്ള ശ്രമത്തിലാണ്. ഇവർക്ക് താങ്ങായി ഹരിത കേരളം മിഷനും ഒപ്പമുണ്ട്. സിറ്റി വിഷൻ, അടിമാലി.